8-ന്റെയാണോ 16-ന്റെയാണോ? എന്ത്? അല്ല പണിയേ, നീ ഓരോന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? അത് 8-ന്റെയാണോ 16-ന്റെയാണെന്ന് ചോദിച്ചു. നമസ്കാരം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, ആലത്തൂർ താലൂക്കുകളിൽ പ്രചാരത്തിലുള്ള ഒരു തനത് കലാരൂപമാണ് പൊറാട്ടു നാടകം. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. പിന്നെന്താ ചെയ്യാ? ഞാനൊരു വഴിയും കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ആ നാട്ടിലെ പാണന്മാർ പരമ്പരാഗതമായി പാടി നടക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കലാരൂപമാണ് പൊറാട്ടു നാടകം. എന്റെ പൊന്നിക്ക, ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനെയൊന്നും പറയല്ലേ. ആ പൊറാട്ടു നാടകമാണ് ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത്. തന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മോണാക്റ്റിൽ സമ്മാനം നേടിയിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് അക്ഷരാർത്ഥത്തിൽ തന്റെ അഭിനയ പ്രതിഭ ഇന്നലെ കണ്ണൂരിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഇതിനെ വിശേഷിപ്പിക്കാൻ പൊറാട്ടു നാടകം എന്നല്ലാതെ മറ്റൊരു വാക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മന്ത്രിയാണ് ഇതിന്റെ എല്ലാം മുൻപിൽ. ഇത്രയും നിർലജ്ജമായ രീതിയിൽ നടനം അറിഞ്ഞ ഒരു മന്ത്രി അത് നാട്യം നടത്തി ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു മന്ത്രി കേരളത്തിൽ മറ്റൊരു മന്ത്രി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചാനലുകളുടെ ഓരോ ആംഗിളുകളും നിരത്തി അവർ പറഞ്ഞു മന്ത്രിയുടെ പരിസരത്തോട്ടും KSUക്കാർ പോയിട്ടില്ല, മന്ത്രിയുടെ ശരീരത്ത് തൊട്ടിട്ടില്ല, പിന്നെ കുട്ടിച്ചാത്തനെങ്ങാനും വന്ന് കഴുത്തിൽ വല്ലതും തട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പൊളിഞ്ഞ